വെൽക്കം ഗൈസ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോ ഒരു ന്യൂസ് ഉണ്ട്, സോണി PS5 റിലീസ് ചെയ്ത കാര്യം. അതിനെ കുറിച്ച് ഒരു റിവ്യൂ, ഒരു ചെറിയ ടോപ്പിക് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 7 കൊല്ലത്തിന് ശേഷം മറ്റൊരു പുതിയ ഗെയിമിംഗ് കൺസോളുമായിട്ടാണ് സോണി ഇന്നിവിടെ എത്തിയിരിക്കുന്നത്, PS5. എക്സ്ബോക്സ് സീരീസിലെ എക്സ് എന്ന സീരീസിന് കോമ്പറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ സീരീസ് ഇറക്കിയിരിക്കുന്നത്. ഗെയിമിംഗ് മാർക്കറ്റിൽ എക്സ്ബോക്സ് സീരീസും സോണി പ്ലേസ്റ്റേഷനും ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. PS5ന്റെ ഒരു ചെറിയ റിവ്യൂ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇതിന്റെ ഡിസൈൻ തന്നെ നമുക്ക് നോക്കിയാൽ സ്ലീക്കറാണ്, ഒരു ഫാൻസി ലുക്കാണ്. മറ്റ് ഗെയിമിംഗ് കൺസോളിന് ഏറ്റവും വ്യത്യാസം എന്ന് പറഞ്ഞാൽ 8K റെസൊല്യൂഷനിലാണ് ഗെയിമിംഗ് ഗൈസ്. നെക്സ്റ്റ് ലെവൽ ഗെയിമിംഗ് ആയി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 8K ഗെയിമിംഗ് ആണെങ്കിലും 8K ടിവികളൊക്കെ വേണ്ട. സോ നമുക്ക് 4K ഗെയിമിംഗ് സാധിക്കുള്ളൂ. ഹെഡ്സ് ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ്. ഇതിന് CPU വരുന്നത് AMDന്റെ 8X Gen 2 Core എന്ന് പറഞ്ഞ സീരീസ് ആണ്. 10.28ന്റെ ടെൻസർ ഫ്ലോ പ്രൊസസർ എന്ന് പറഞ്ഞ കസ്റ്റം GPU, 16 GDDR6 റാം വരുന്ന ഒരു അടിപൊളി പ്രൊസസറാണ്. ഇന്റേണൽ സ്റ്റോറേജിലോട്ട് വരികയാണെങ്കിൽ 825GB SSD, സൂപ്പർ ഫാസ്റ്റ് കസ്റ്റം SSD ആണ് ഇതിൽ വരുന്നത്. എക്സ്പാൻഡബിൾ മെമ്മറിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ NVMe SSD സപ്പോർട്ട് ആകുന്നതാണ്. എന്തൊരു അടിപൊളി ഗെയിമിംഗ് കൺസോൾ അല്ലേ. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഈ ഗെയിമിംഗ് കൺസോൾ എത്താൻ ലേറ്റ് ആകും. അപ്പൊ ഗൈസ്, നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കണം. എന്റെ ഈ ചാനലിൽ ഒരു അടിപൊളി മാസ് റിവ്യൂ അതിനെ കുറിച്ച് എന്റെ കയ്യിൽ കിട്ടാൻ വരുന്നതായിരിക്കും. പുതിയതായ 25 ഗെയിംസ് ഇതിൽ ഇറക്കിയിരിക്കുന്നത്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പൈഡർമാൻ മൈൽസ് മൊറാൽസ് എന്നൊരു ഗെയിമാണ്. PS4ലെ 1 ഹിറ്റിന് ശേഷം PS5ല് അതിന്റെ കണ്ടിന്യൂഷനുമായിട്ടാണ് സ്പൈഡർമാന്റെ സീരീസ് എത്തിയിരിക്കുന്നത്. പിന്നെ ഒറിസോൺ 2, റെസിഡന്റ് ഈവിലിന്റെ പുതിയ ഒരു അധ്യായമായ വില്ലേജ് എന്നൊരു ഗെയിമാണ്. റീബൂട്ട് ഗെയിമായ റാച്ചറ്റ് ആൻഡ് ക്ലാങ്ക് അതിന്റെ പുതിയ സീരീസുമായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഡെത്ത് ലൂപ്പ് ഓടിക്കോളൂ. ഗ്ലോബൽ മാർക്കറ്റിലോട്ട് ഒക്ടോബർ ഡിസംബർ എന്ന ഈ സമയത്താണ് ഇവരെ ഏകദേശം കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഇറക്കുന്നത്. ഒക്ടോബറും ഡിസംബറും ഗ്ലോബൽ മാർക്കറ്റിലോട്ടാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താവും, ഏത് കൊല്ലം ഇറങ്ങും, എന്തായാലും ഇക്കൊല്ലം ഉണ്ടാകുന്നതല്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് എന്ത് രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ട് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. അടുത്തൊരു മറ്റൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.